കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം. അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ. മനുഷ്യൻ്റേതൊഴികെ മറ്റാരുടെയും കൈകൊണ്ട് തനിക്ക് മരണമുണ്ടാവരുതെന്നുള്ള വരം കനിഞ്ഞു നൽകിയ ദേവന്റെ കൽപ്പനയല്ലേ? അനുസരിക്കാതെ പറ്റുമോ? ബ്രഹ്മാവിന്റെ കൽപ്പന മാനിച്ച് രാവണൻ ദേവേന്ദ്രനെ മോചിപ്പിച്ചു. രാവണ കുടുംബത്തിൽ നിന്നും തനിക്കുണ്ടായ മാനക്കേടിന് പകരം വീട്ടിയേ മതിയാകും. അതിനുള്ള തക്കവും പാർത്ത് ദേവേന്ദ്രൻ ദേവലോകത്തിരിക്കുമ്പോഴാണ് ശ്രീമാൻ നാരദ മഹർഷി അവിടേക്ക് എഴുന്നള്ളിയത്. നാരദ മഹർഷിയെ വേണ്ടവിധം സൽക്കരിച്ച് ദേവേന്ദ്രൻ അദ്ദേഹത്തോട് ഇങ്ങനെ അപേക്ഷിച്ചു: അല്ലയോ മഹർഷേ, മേഘനാഥൻ എന്നെ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുപോയ വിവരം അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. രാവണൻ എന്ന ദുഷ്ടൻ കാരണം ദേവന്മാർക്കെല്ലാം മാനക്കേട് വന്നിരിക്കുന്നു. ദേവലോകം പോലും മുടിക്കുവാൻ അവന് മടിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാവണന്റെ അഹങ്കാരം കുറയ്ക്കണം. അതിന് അങ്ങേക്ക് മാത്രമേ കഴിയൂ. അത്രയല്ലേ ഉള്ളൂ. രാവണന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കാം. ദേവേന്ദ്രന് അപ്രകാരം വാക്ക് നൽകിയ നാരദൻ നേരെ പോയത് ലങ്കയിലേക്കാണ്. തൻ്റെ പ്രതാപത്തെ പറഞ്ഞു കേൾപ്പിക്കാൻ ഒരാളെ കാത്തിരിക്കുകയായിരുന്ന രാവണന് നാരദനെ കണ്ടപ്പോൾ എന്തു സന്തോഷമായിരുന്നു. മുനിയെ വേണ്ടവിധം സൽക്കരിച്ച് രാവണൻ തൻ്റെ പുത്രൻ മേഘനാഥൻ ചെയ്ത ധീരകൃത്യങ്ങൾ നാരദനെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണന്റെ ചെയ്തികളെല്ലാം മൂളിക്കേട്ട നാരദൻ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു: വളരെ നന്നായി. ദേവലോകം വരെ അങ്ങയുടെ കീർത്തി പരന്നിരിക്കുന്നു. രാവണൻ എന്ന പേര് കേട്ടാൽ മതി, ദേവന്മാരെല്ലാം നടുങ്ങും. പക്ഷേ എന്താണ് പക്ഷേ? പറയൂ, കേൾക്കട്ടെ. ജിജ്ഞാസയോടുള്ള രാവണന്റെ ചോദ്യത്തിന് മഹർഷി തുടർന്നു പറഞ്ഞു: ഒരു കാര്യം പറയാൻ മടിയുണ്ടെങ്കിലും പറയാതെ വയ്യ. എന്താണ് മഹർഷി? കേൾക്കട്ടെ. ദേവേന്ദ്രന്റെ ഒരു മകനുണ്ടല്ലോ, ബാലി, ഒരു മുതുകുരങ്ങൻ. അവന് എന്തുമാത്രം അഹങ്കാരമാണെന്നോ. രാവണൻ എന്ന പേര് കേൾക്കുന്നതേ അവന് പുച്ഛമാണ്. അങ്ങ് അവന്റെ അഹങ്കാരം ഒന്ന് അടക്കണം. അവനെയും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരണം. അതിനങ്ങ് ഉടൻ തന്നെ പുറപ്പെടണം. നാരദന്റെ വാക്കുകൾ കേട്ട രാവണൻ ചാടി പുറപ്പെട്ടു. ആരെവിടെ? സൈന്യങ്ങളെല്ലാം തയ്യാറാവട്ടെ.
രാവണന്റെ കൽപ്പന കേട്ട നാരദൻ ചോദിച്ചു, എന്തിന്? ദേവന്മാരെ പോലും മുട്ടുകുത്തിക്കുന്ന രാവണന് ഒരു കുരങ്ങനെ പിടിച്ചു കെട്ടുവാൻ സൈന്യങ്ങൾ വേണോ? അതുമാത്രമല്ല, സൈന്യങ്ങളെയെല്ലാം കൂട്ടി അങ്ങോട്ട് ചെന്നാൽ ആ കുരങ്ങൻ ഓടി ഒളിക്കും. അതുകൊണ്ട് അങ്ങ് തനിയെ പോയാൽ മതി, എന്നാലേ അവനെ പിടിച്ചു കെട്ടാൻ കഴിയൂ. അല്ലെങ്കിലും ഒരു മുതുകുരങ്ങനെ പിടിച്ചു കെട്ടാൻ സൈന്യങ്ങൾ എന്തിനാണ്? നാരദന്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി. അങ്ങനെ നാരദനോടൊപ്പം രാവണൻ അപ്പോൾ തന്നെ ബാലിയെ തേടി യാത്രയായി. ഇരുവരും ബാലിയെ കണ്ടു. സമയം സന്ധ്യ. സമുദ്രതീരത്തിരുന്ന് സന്ധ്യാവന്ദനം ചെയ്യുകയാണ് ബാലി. രാവണൻ പതുക്കെ അടുത്തു ചെന്നു. ബാലിയെ ആകെയൊന്ന് നോക്കിയിട്ട് പതുക്കെ നാരദനോട് ചോദിച്ചു, ഇതാണോ ബാലി? ഇതൊരു മലയല്ലേ? ഇത് മലയൊന്നുമല്ല, ഇതാണ് ബാലി. ശരിക്കും ഒരു മുതുകുരങ്ങ്. കണ്ടില്ലേ വാല്? രാവണൻ ആ രൂപം ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. പർവ്വതം പോലെയുള്ള ഉടൽ, ഗുഹ പോലെയുള്ള വായ്, വളഞ്ഞ ദംഷ്ട്രങ്ങൾ, നീണ്ടു തടിച്ച വാലും കൈകളും. ബാലിയുടെ രൂപം കണ്ട രാവണന് ഭയം തോന്നി. ബാലിയുടെ അടുത്തേക്ക് ചെല്ലാൻ രാവണനെ നാരദൻ പ്രേരിപ്പിച്ചു. പക്ഷേ രാവണൻ മടിച്ചു നിന്നു. നാരദനുണ്ടോ വിടുന്നു. അദ്ദേഹം പലതും പറഞ്ഞ് രാവണന് ധൈര്യം നൽകി. രാവണൻ പതുക്കെ ബാലിയുടെ പിന്നിൽ ചെന്നു നിന്നു. വാലിന്റെ നടുക്ക് രാവണൻ ഒരു കൈകൊണ്ട് പിടിച്ചു. വാല് പതുക്കെ ചലിച്ചു. പെട്ടെന്ന് ആ കൈ വാലുകൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ടു. അപ്പോൾ രാവണൻ മറ്റൊരു കൈകൊണ്ട് വാലിൽ പിടിച്ചു. അതും ബാലി വരിഞ്ഞു മുറുക്കി. എന്തിനു പറയുന്നു, പിടിക്കുന്ന ഓരോ കൈയും ബാലി വാലുകൊണ്ട് വരിഞ്ഞു കിട്ടി. അങ്ങനെ രാവണന്റെ 20 കൈകളും വരിഞ്ഞു മുറുക്കപ്പെട്ടു. പാവം രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങി കിടപ്പായി. ബാലിയാവട്ടെ ഒന്നും അറിയാത്തവനെ പോലെ സന്ധ്യാവന്ദനം മുറയ്ക്ക് നടത്തുന്നു. വാലിൽ കുരുങ്ങിക്കിടക്കുന്ന രാവണൻ നാരദനെ ദയനീയമായി ഒന്ന്
ഒരു ആശയമൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് യുദ്ധം ചെയ്യുന്നവരുണ്ട്. അതുമൊക്കെ ഒരു അഹങ്കാരം തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു രാജാവിൻ്റെ അഹങ്കാരം ഇങ്ങനെ തരിപ്പണമാവുകയാണ്. ഒരു നിസാരൻ എന്ന് കരുതുന്ന ഒരു കുരങ്ങൻ്റെ മുന്നിൽ ഇങ്ങനെ തരിപ്പണമായി തീരുകയാണ് ബാലി എന്ന് പറഞ്ഞ ഒരു അതിശക്തനായ ഒരു കുരങ്ങൻ്റെ മുന്നിൽ. അതാണ് ഈ കഥ വിവരിക്കുന്നത്. ഇടയ്ക്ക് പത്രത്തിൽ വന്നാണ് നൊബേൽ ജേതാവ് ജെറി വൈറ്റ് ഇടയ്ക്ക് ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യമാണ്. യുദ്ധവും അക്രമവും ആഗ്രഹിക്കുന്നവർ സമൂഹത്തിലെ ഒരു ചെറു വിഭാഗം മാത്രമാണെന്നും മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകം വഴുതി വീഴില്ലെന്നും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവും URI എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ജെറി വൈറ്റ് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന 1% ആളുകൾ മാത്രമാണ് അക്രമം ആഗ്രഹിക്കുന്നത്. മനുഷ്യത്വരഹിതമായ കുരുതിക്കെതിരെ ലോക മനസാക്ഷി ഉണരണം, മാധ്യമങ്ങൾക്കും ഇതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കാനുണ്ട് എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നവരുടെ ചെയ്തികൾ ലോകത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയും തെറ്റായ വിവരങ്ങൾ പരത്തിയുമാണ് പലപ്പോഴും അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ അത്തരം കെടുതികൾ അനുഭവിക്കുന്നത് ശത്രുക്കൾ മാത്രമല്ല, നിരപരാധികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയാണ്. ഒട്ടേറെ കഥകളും കെട്ടുകഥകളും ഒക്കെ പലപ്പോഴും യുദ്ധത്തിന് പിന്നിലുണ്ടാകും. അവരങ്ങനെ ചെയ്തു, അവരങ്ങനെ ആക്രമിക്കാൻ വരുന്നു എന്നൊക്കെ നമ്മൾ കെട്ടിച്ചമച്ചു. ഇന്ന രീതിയിൽ ആക്രമിക്കാൻ അവർക്കൊരു പദ്ധതിയുണ്ട്, അവരെ ഇന്ന ആയുധങ്ങളുണ്ട്, നമ്മൾ സൂക്ഷിക്കണം, അതുകൊണ്ട് അവരാ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിന് മുമ്പേ അവരെ ആക്രമിക്കണം. ഇപ്പോൾ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്നൊക്കെ നമ്മൾ അതിന് ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ ഒരു പേര് പറയും, പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക്. ഒരു ശത്രു ആക്രമിക്കുന്നു അറിഞ്ഞിട്ട് അതിന് മുമ്പേ അവരാക്രമിച്ച് അത് നിർവീര്യമാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും യുദ്ധത്തിൻ്റെ ഇങ്ങനെ കുറേ അല്ലേ ദുഷ്പ്രചരണങ്ങൾ പലപ്പോഴും കാരണമാകാറുണ്ട്. ഫേക്ക് ന്യൂസുകൾ അല്ലേ, സമൂഹത്തിലൊക്കെ നമ്മളിപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഫേക്ക് ന്യൂസുകൾ പടരുന്നു, നമുക്ക് അറിയാം, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. ഒട്ടേറെ രാജ്യങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ ജനങ്ങൾ ചില മർക്കിടമുഷ്ടികളായ ഭരണകർത്താക്കളുടെ ഭരണത്തിന് കീഴിൽ, ചില മതഭ്രാന്തിൻ്റെയൊക്കെ കീഴിൽ അകപ്പെട്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇറാൻ ഒക്കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ അത് വായിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലേ. അവിടുത്തെ സ്ത്രീകൾ പോലും എന്ത് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകട്ടെ അല്ലേ. ഒരു പുതിയ പുലരിക്ക് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഒരു പുതിയ ലോകത്തിന് വേണ്ടി, സമാധാനമുള്ള ഒരു പുതിയ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രമിച്ചെന്ന് എല്ലാവർക്കും നന്ദി. നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.